വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ തിരുനാൾ. യേശുവിന്റെ ആദ്യ ശിഷ്യരിൽ ഒരാളും എന്നാൽ ശിഷ്യരിൽ ഏറ്റവും അവസാനം മരിച്ചവൻ. മറ്റെല്ലാ ശിഷ്യരും രക്തസാക്ഷിത്വം വരിച്ചപ്പോൾ സ്വാഭാവിക മരണം ഏറ്റുവാങ്ങിയ ഏക ശിഷ്യൻ. ഡൊമിനിഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹത്തെ തിളയ്ക്കുന്ന എണ്ണയിലിട്ട് വറുത്തു നോക്കിയെങ്കിലും ദൈവദൂതന്മാർ അദ്ദേഹത്തെ യാതൊരു പോറലുമേൽക്കാതെ സംരക്ഷിച്ചുവെന്ന് ഒരു ചരിത്രം. പിന്നീട് അദ്ദേഹത്തെ മനുഷ്യവാസമില്ലാത്ത പത്മോസ് ദ്വീപിൽ വിപ്രവാസിയായി അയക്കപ്പെട്ടു. അക്കാലത്താണ് സുവിശേഷവും 3 ലേഖനങ്ങളും വെളിപാടിന്റെ പുസ്തകവും എഴുതി പൂർത്തിയാക്കിയതത്രേ. പക്ഷേ ലോകം നൽകിയ ശിക്ഷ ലോകാവസാനം വരെയുള്ള വലിയ രക്ഷയുടെ ദൂത് രേഖപ്പെടുത്തി വെക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതി മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ ഗഹനങ്ങളായ ആത്മീയ ചിന്തകൾ ഇന്നും ദൈവശാസ്ത്രജ്ഞന്മാരെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇനിയും കണ്ടെത്താൻ തീർക്കാത്ത പ്രപഞ്ച രഹസ്യം പോലെ അതിലടങ്ങിയിട്ടുള്ള ദൈവിക രഹസ്യങ്ങൾ ആകാശവിതാനം പോലെ ഉയർന്നു നിൽക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഉയരത്തിൽ പറക്കുന്ന ഒരു കഴുകന്റെ രൂപം അദ്ദേഹത്തിന്റെ സുവിശേഷത്തിന് നൽകിയിരിക്കുന്നത്. സ്നേഹത്തിന്റെ പ്രേഷിതൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും അതേസമയം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ അസത്യമത്രേ പറയുന്നത്. ദൃശ്യനായ സഹോദരനെ സ്നേഹിക്കാത്തവന് അദൃശ്യനായ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതെങ്ങനെ? സഹോദരനെ സ്നേഹിക്കുന്നവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സ്നേഹിക്കാത്തവൻ മരണത്തിൽ നിലകൊള്ളുന്നു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. അവന് നിത്യജീവൻ ലഭിക്കുകയില്ല. യേശു ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ, മാറിൽ ചാരിക്കിടക്കാൻ മാത്രം അടുപ്പമുള്ളവൻ, കുരിശു മരണവേളയിൽ പോലും വിട്ടുപേക്ഷിക്കാത്ത ഏക ശിഷ്യൻ, സ്വന്തം അമ്മയുടെ സംരക്ഷണം ഏൽപ്പിക്കപ്പെടാൻ മാത്രം യേശു വിശ്വസിച്ചവൻ.